അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. പക്ഷാഘാതത്തെ തുടർന്ന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട കുറ്റിപ്പുറം സ്വദേശിക്ക് ജന്മനാടിന്റെ കൈത്താങ്ങ്. അജയന്റെ ദുരവസ്ഥ വാർത്തകളിലൂടെ അറിഞ്ഞ് നാട്ടുകാരും ജനപ്രതിനിധികളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ മൂവാറ്റുപുഴയിലെത്തി ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ചു. പക്ഷാഘാതത്തെ തുടർന്ന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഴിഞ്ഞിരുന്ന കുറ്റിപ്പുറം സ്വദേശി അജയന് ഒടുവിൽ ജന്മനാടിന്റെ കൈത്താങ്ങ്. അജയന്റെ ദുരവസ്ഥ വാർത്തകളിലൂടെ അറിഞ്ഞ് നാട്ടുകാരും ജനപ്രതിനിധികളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ മൂവാറ്റുപുഴയിലെത്തി ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. അജയന്റെ നാടായ മലപ്പുറം കടകശ്ശേരിയിലെ CPIM ബ്രാഞ്ച് സെക്രട്ടറി ഹക്കീം, വാർഡ് മെമ്പർ മുസ്തഫ, ബ്ലോക്ക് മെമ്പർ വിമൽ, അജയന്റെ ബന്ധു മണികണ്ഠൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തി അജയനെ സന്ദർശിച്ചത്. അജയനെ നാട്ടിലേക്ക് കൊണ്ടുപോകാനും ആവശ്യമായ പരിചരണവും ചികിത്സയും ഉറപ്പാക്കി സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുമുള്ള തീരുമാനത്തിലാണ് ജന്മനാട്. അജയന്റെ തുടർ ചികിത്സയും പുനരധിവാസവും കാര്യക്ഷമമായി നടത്തുന്നതിനായി കുറ്റിപ്പുറത്ത് വിപുലമായ ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച കൂടിയ പ്രത്യേക യോഗത്തിൽ നാട്ടുകാരും ജനപ്രതിനിധികളും വിവിധ സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. യോഗത്തിൽ അജയനെ സഹായിക്കുന്നതിനായി പ്രത്യേക സഹായ സമിതിക്ക് രൂപം നൽകുകയും തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. എറണാകുളത്തെ ഒരു സ്വകാര്യ സെക്യൂരിറ്റി ഏജൻസിയിൽ ജീവനക്കാരനായിരുന്ന അജയനെ പക്ഷാഘാതം വന്നതിനെ തുടർന്ന് സുഹൃത്താണ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ അന്നു തന്നെ സുഹൃത്ത് ആശുപത്രിയിൽ നിന്നും മുങ്ങുകയായിരുന്നു. അജയന്റെ അവസ്ഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് ജോലി ചെയ്തിരുന്ന സെക്യൂരിറ്റി ഏജൻസി ഉടമയും കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തിയിരുന്നു. കൂടാതെ കോതമംഗലം പീസ് വാലി അധികൃതരും അജയനെ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ജന്മനാട് തന്നെ അജയന്റെ സംരക്ഷണം ഏറ്റെടുക്കുമെന്ന കാര്യം ആശുപത്രി അധികൃതരെ ഔദ്യോഗികമായി അറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.